ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുവെഴുത്തുകളുടെ മുമ്പിലായിരിക്കാൻ ഇടയാക്കിയ നല്ല അവസരത്തെ ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ലോകരാജ്യങ്ങൾ മുഴുവൻ വലിയ ഭീതിയുടെ താഴ്വരയിലായിരിക്കുമ്പോൾ നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത കോവിഡിൻ്റെ ഭീതിയിൽ എന്തു ചെയ്യേണ്ടു എന്ന് ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത ചോദ്യവുമായി, പരിഹരിപ്പാൻ കഴിയാത്ത തീരുമാനങ്ങളുമായി വെല്ലുവിളികളോടെ മുന്നോട്ട് പോകുന്ന ഈ കാലയളവിൽ ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറാത്ത ദൈവത്തിൻ്റെ തിരുവചനങ്ങളെ പങ്കുവയ്ക്കുവാൻ നൽകുന്ന അവസരത്തിനായി ഞാൻ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. ലോകത്തിൽ ജീവിക്കുന്ന ഏതു മനുഷ്യനെയും ആശ്വസിപ്പിക്കുവാൻ കഴിയുന്നത് കർത്താവിൻ്റെ തിരുവായ് പൊഴിഞ്ഞ ദൈവത്തിൻ്റെ തിരുവചനം മാത്രമാണല്ലോ. ലോകചരിത്രം പരിശോധിക്കുമ്പോൾ, മാനവകുലത്തിൻ്റെ മുഴുവൻ ചരിത്രവും പരിശോധിക്കുമ്പോൾ, കാലാകാലങ്ങളിൽ ഉയർന്നു വന്ന പ്രതിസന്ധികളുടെ നടുവിൽ മനുഷ്യ ജീവിതങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ഏറ്റവും ഉതകിയത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം മാത്രമായിരുന്നുവല്ലോ. മനുഷ്യരുണ്ടാക്കിയ സിദ്ധാന്തങ്ങളും ആലോചനകളും തീരുമാനങ്ങളും മനുഷ്യ ജീവിതങ്ങൾക്ക് സ്വസ്ഥത നൽകുവാൻ കഴിയാതെ അവയെല്ലാം കാറ്റിൽ പറത്തി സമാധാനം നഷ്ടപ്പെട്ട മനുഷ്യൻ ഭൂപരപ്പിനു മീതെ ലക്ഷ്യമില്ലാതെ ഓടിയ കാലയളവിലും മനുഷ്യ ജീവിതത്തിന് ആശ്വാസം പകരുവാൻ ദൈവം തിരുവായ് മൊഴി നൽകിയ തിരുവെഴുത്തുകളുടെ മുമ്പിൽ അന്നും ഇന്നും എന്നേക്കും മനുഷ്യകുലങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒന്ന് ഈ വചനം മാത്രമാണല്ലോ. ഇന്ന് പകൽക്കാലം നമുക്ക് ഈ തിരുവെഴുത്തുകൾ ചിന്തിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായി ചിന്തിച്ചു വന്ന വേദഭാഗം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കിയായിരുന്നല്ലോ. ലവോദിക്യ സഭയുടെ ദൂതനെ വിളിച്ച്, അഥവാ മൂപ്പനെ വിളിച്ച് സഭയുടെ നാഥനാകുന്ന ക്രിസ്തുയേശു ചില ദൂത് പറയുകയാണ്. നിന്റെ തോന്നലുകളെല്ലാം ശരിയല്ല. മനുഷ്യ, ദൈവസഭയിലെ വിശുദ്ധന്മാരെ, ലോകപ്രകാരം തങ്ങൾക്ക് തോന്നുന്ന നീതി ദൈവത്തിന്റെ മുമ്പാകെ നീതിയല്ലെന്നും വാസ്തവമല്ലെന്നും തിരിച്ചറിയാൻ, ലവോദിക്യ സഭയുടെ കാഴ്ചപ്പാടുകൾ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ, അവരെ ക്രിസ്തുവിലേക്ക് മടക്കി വരുത്തി യഥാസ്ഥാനപ്പെടുത്തേണ്ടതിന് ആലോചന നൽകുവാൻ യേശു പറഞ്ഞതിന്റെ ഉപദേശങ്ങളാണ് ചിന്തിപ്പാനാണ് ഇടയായത്. ലോകത്തിലെ മനുഷ്യരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ നീ സമ്പന്നനായിരിക്കാം, ലോകത്തിൽ ധനവാനായിരിക്കാം, നിനക്കൊന്നിനും മുട്ടില്ലെന്ന് പറയാം. പക്ഷെ ദൈവവൈതലേ, അകവും പുറവും ഒരുപോലെ അറിയുന്ന ദൈവത്തിന്റെ മുമ്പാകെ നീ ദരിദ്രനും നീ നഗ്നനും അതുപോലെ തന്നെ ലോകത്തിൽ നിർഭാഗ്യവാനുമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ വില കൊടുത്തു വാങ്ങിയ എന്റെ സഭയിലെ വിശുദ്ധന്മാർ നിർഭാഗ്യവാന്മാരാകരുതോ, ലജ്ജയുള്ളവരായി പോകരുതോ, നിന്ദിതരായി പോകരുതോ, നഗ്നതയുള്ളവരായി തീരരുതോ. അവർ ലോകത്തിൽ ദാരിദ്ര്യം നേരിട്ടാലും ദൈവം മുമ്പാകെ ദരിദ്രരായി തീരരുതോ. പകരം ദൈവത്തിന്റെ മുമ്പാകെ സമ്പന്നരായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ മുമ്പേ ഓർപ്പിച്ചിട്ടുണ്ടോ, ലവോദിക്യ സഭയോട് പറഞ്ഞതുപോലെ ഇന്നും നമ്മോട് പറയുക, ഒരു ദൈവത്തിന്റെ പൈതൽ, ഒരു വിശുദ്ധന്റെ ഭവനം, ഒരു പ്രാദേശിക ദൈവസഭ, ലോകത്തിലുള്ള സാർവത്രിക സഭയിലെ സകല വിശുദ്ധന്മാരും ദൈവത്തിന്റെ മുമ്പാകെ സമ്പന്നരായി ഇവിടെ ജീവിപ്പാനിടയാകണം. നാം വായിച്ചു കേട്ടതോ, നീ എന്റെ മുമ്പാകെ സമ്പന്നനാകേണ്ടതിന് 3 കാര്യം എന്നോട് വില കൊടുത്തു വാങ്ങണം. 1, തീയിൽ ഊതിക്കഴിച്ച പൊന്ന്. 2, നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാത്ത വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പ്. 3, നിനക്ക് കാഴ്ച ലഭിപ്പാൻ കണ്ണിലെഴുതുവാൻ ലേപം. ഇവ 3 ദൈവസഭ യേശു കർത്താവിനോട് വില കൊടുത്തു വാങ്ങണം. പ്രിയരെ, 1-ാമത്തെ കാലം ചിന്തിച്ചു വരികയായിരുന്നല്ലോ, സമ്പന്നനാകുവാൻ തീയിലൂതി കഴിച്ച പൊന്ന് ദൈവത്തോട് വിലയ്ക്ക് വാങ്ങണം. എന്താ ഇതിന്റെ അർത്ഥം?
ദൈവത്തോട് വില കൊടുക്കാൻ നമുക്ക് പറ്റുമോ? ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ഒരു വിശുദ്ധനെ വില കൊടുത്തു വാങ്ങാൻ അവന് കൊടുക്കാൻ തക്കതായ വില നമ്മുടെ കയ്യിൽ ഉണ്ടോ ദൈവമക്കളെ? ചോദ്യം ഉയരാം. എന്നാൽ ഉണ്ട് എന്ന് ഞാൻ വ്യക്തമായി ഓർപ്പിക്കാം. ഇവിടെ പറഞ്ഞു വന്നത് തീയിൽ ഊതിക്കടിച്ച പൊന്നാണ് വില കൊടുത്തു വാങ്ങേണ്ടത്. എങ്ങനെയാ തീയിൽ ഊതിക്കടിച്ച പൊന്നായി തീരുവാൻ കഴിയുന്നത്? കഴിഞ്ഞ പ്രാവശ്യം ചിന്തിക്കുവാൻ ഇടയായി. ഒരു ദൈവ പൈതലിനെ കഷ്ടതയുടെ തീച്ചൂളയിൽ ദൈവം ശോധന ചെയ്യും. അതിന് ദൃഷ്ടാന്തമായി പറഞ്ഞതാണ് തീയിൽ ഊതിക്കഴിച്ച പൊന്നുപോലെ എന്ന് പറഞ്ഞാൽ, തിരുവെഴുത്ത് പറയുമ്പോൾ കാണുന്നത് ഒരു വിശുദ്ധനെ ദൈവം കഷ്ടതയുടെ തീച്ചൂളയിൽ ശോധന ചെയ്യുമ്പോൾ അവൻ വെന്തു പോവുകയല്ല, പകരം അവൻ പൊന്നുപോലെ പുറത്തു വരുവാനായിട്ടിടയാകും. ഭൂമിയിലെ പൊന്ന് അല്ലെങ്കിൽ തങ്കം തട്ടാന്റെ ചട്ടിയിൽ തീക്കകത്ത് കടന്ന് അതിന്റെ പാരിവത്തിൽ അതിനെ തട്ടാൻ പണിതെടുക്കുമ്പോൾ ആ തീയിലൂടെ അതിന്റെ മാറ്റിനെ ശോധന ചെയ്ത് ഒരാഭരണമായി പണിത് പുറത്തു കൊണ്ടുവരുമ്പോൾ അത് അണിയുന്നതാണ് ഒരുവനെ അലങ്കരിപ്പാനായിട്ട് ഇടയാകുന്നത്. ഇതുപോലെ യേശുവിന്റെ രക്തം കൊടുത്തു വില കൊടുത്തു വാങ്ങിയ അവന്റെ സഭയിലെ വിശുദ്ധന്മാർ, സഹോദരങ്ങളെ, ദൈവത്തിന്റെ മുമ്പാകെ വിലയേറിയവരായി തീരണമെങ്കിൽ വിശ്വാസത്തെ, അവൻ തന്ന വിശ്വാസത്തെ അവൻ പരിശോധിക്കുവാനായിട്ട് ഇടയാകും. എന്തിനാ പരിശോധിക്കുന്നത്? യെശയ്യാവിന്റെ പ്രവചനം 48:10 വായിക്കുന്നു, അവൻ എന്നെ കഷ്ടതയുടെ തീച്ചൂളയിലാണ് ശോധന ചെയ്തത്. മറ്റൊരു വേദഭാഗം നാം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ആദിമ സഭയിലെ വിശുദ്ധന്മാരെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു വന്നത് തെസലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിന്റെ 3-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാ: അഥേനയിൽ വെച്ച് സഹിച്ചുകൂടാത്ത കഷ്ടങ്ങൾ വന്നപ്പോൾ പൗലോസ് തീമോഥെയോസ് പറയുക, തെസലോനിക്ക സഭയോട് പറയുവാൻ തീമോഥെയോസിനെ അയക്കുകയാ. ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുവാനുമായി നമ്മുടെ സഹോദരനും ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷകനുമായ തീമോഥെയോസിനെ അയച്ചു. കഷ്ടം അനുഭവിക്കുവാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നാം കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടെ ഇരുന്നപ്പോൾ മുമ്പ് കൂട്ടി പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നു. പ്രിയമുള്ളവരെ, കഷ്ടതയുടെ തീച്ചൂളയിൽ ദൈവസഭയെ ശോധന ചെയ്യുമ്പോൾ ആ ഉപദേശം ആദിമസഭയെ പഠിപ്പിച്ചിരുന്നു. ഇന്ന് അനേകരുടെ തെറ്റിദ്ധാരണ വിശ്വാസത്തിൽ വന്നാൽ പിന്നെ കഷ്ടതയില്ലെന്ന അത് പഠിപ്പിക്കുന്ന ദുരിതാഷ്ടാക്കന്മാരുണ്ട്. എന്നാൽ തിരുവചനം വളരെ വ്യക്തമായി പറയുന്നു, സഹോദരങ്ങളെ, കഷ്ടമനുഭവിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു. അതിനായി നാം നിയമിക്കപ്പെട്ടിരിക്കുന്നവരാ. എന്തിനാ? വിശ്വാസത്തിൽ സ്ഥിരത ഉളവാകണമെങ്കിൽ കഷ്ടങ്ങളുടെ തീച്ചൂളയിൽ ഒരു ഭക്തരെ കർത്താവ് പരിശോധിക്കണം. അപ്പോസ്തലനായ പൗലോസ് തന്റെ ആഗ്രഹം പറയുമ്പോൾ ഫിലിപ്പിയ ലേഖനം 2-3 അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ 10-11 വാക്യങ്ങൾ? അവന്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് അവരെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ചോ ഞാൻ അവന നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. ആ ഭക്തന്റെ ആഗ്രഹം എന്താണ്? അവന്റെ മരണത്തോട് അനുരൂപപ്പെടണം. അവന്റെ പുനരുത്ഥാനത്തിന്റെ കഷ്ടതയെ, ശക്തിയെ അനുഭവിക്കണം. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയണം. യേശുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കാളിയാകാൻ ആ ഭക്തൻ ആഗ്രഹിക്കുകയാണ്. പത്രോസിന്റെ ലേഖനം 1-ാമത്തെ
ലേഖനത്തിന്റെ 4-ാം അധ്യായം വായിക്കുമ്പോൾ യേശുക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. ദൈവമക്കളെ, നാം തിരിച്ചറിയണം, ദൈവത്തിന്റെ മുമ്പാകെ നാം സമ്പന്നനാകുന്നത് തീയിൽ ഊതിക്കഴിച്ച പൊന്നുപോലെ കഷ്ടതയുടെ തീച്ചുളയിൽ വിശ്വാസത്തെ പരിശോധിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ഒരു ഭക്തൻ ദൈവത്തിന്റെ മുമ്പാകെ ദൈവവിഷയമായി സമ്പന്നനെ തീരുവാനായിട്ടിടയാകുന്നത്. എബ്രായ സഭയുടെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു പരമയാഥാർത്ഥ്യം ഇങ്ങനെയാ. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം മുതൽ 36 വരെയുള്ള വാക്യം ഞാൻ വായിക്കാം. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം ഓർത്തുകൊള്ളുവിൻ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്ന് അറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുതോ. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇന്ന് പകൽക്കാലം ദൈവവൈതല് ഇവിടെ ഓർപ്പിച്ചത് എന്താണ്? എബ്രായ സഭയുടെ വളർച്ചയെ വായിച്ചത് നിങ്ങൾ കൂത്തുകാഴ്ചയായി നിന്നയും പീഡയും സഹിച്ച് കൂത്തുകാഴ്ചയായി മാത്രമല്ല കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം ഓർത്തുകൊള്ളുവിൻ. എബ്രായ സഭയുടെ വളർച്ച എങ്ങനെയായിരുന്നു? കഷ്ടങ്ങളിലൂടെ അവർ പോരാട്ടം കഴിച്ചു, തീർന്നില്ല, നിന്ദയായി പോയി, ലോകക്കാർക്കൊരു കൂത്തുകാഴ്ചയായി. എന്തുകൊണ്ട്? ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളിയാകുവാൻ അവർ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു. പിന്നെ നമ്മൾ വായിച്ചു, സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ചു, മഹാപ്രതിഫലമുള്ള ധൈര്യം അന്തരംഗത്തിൽ മുറുകെ പിടിച്ചു. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ വിലയുള്ള സമ്പത്തും മാനവും പദവിയും ലോകത്തുള്ള സകല മാന്യതയും ചവറന്നെണ്ണിയതിന്റെ പിന്നിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ: യേശുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കാളിയാകണം. അവൻ എന്നെ ശോധന ചെയ്യുമ്പോൾ ഞാൻ തീയിൽ വെന്തു പോവുകയല്ല, ഞാൻ വെന്തു പോകാതെ പൊന്നുപോലെ പുറത്തു വരും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഓർപ്പിക്കുന്ന യാഥാർത്ഥ്യം, കഷ്ടമനുഭവിപ്പാൻ, ശോധനയിലൂടെ പുറത്തു വരുവാൻ ഒരു പൊന്ന് ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഇന്ന് പകൽക്കാലം യേശുക്രിസ്തുവിന്റെ കൈകളിൽ കഷ്ടമനുഭവിപ്പാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? നാം എന്താണ് വില കൊടുക്കേണ്ടത്? തിരുവചനം പരിശോധിക്കുമ്പോൾ ഒരു മനുഷ്യന് ഭൂമിയിൽ ഏറ്റവും വിലയുള്ളതായി അവൻ എണ്ണുന്നത് അവന്റെ മാന്യതയല്ലേ, അവന്റെ വ്യക്തിത്വമല്ലേ, അതിന്റെ പേര് ദേഹി എന്നല്ലേ? നമ്മുടെ കർത്താവായ യേശു ഭൂമിയിലായിരിക്കുമ്പോൾ 4 സുവിശേഷങ്ങളിൽ 7 പ്രാവശ്യം അവൻ അരുളിച്ച വചനം ഇതല്ലേ: ഇവിടെ വെച്ചാരെങ്കിലും തന്റെ ജീവൻ അഥവാ ദേഹിയെ സ്നേഹിച്ചാൽ നിത്യതയിൽ അവരതിനെ അവിടെ കളയും. എന്നാൽ ഇവിടെ ദേഹിയെ കളയുന്നവൻ അവിടെ അതിനെ നേടുവാനായിട്ടിടയാകും. എന്ന് പറഞ്ഞാൽ ഇവിടെ ആത്മാവിന്റെ രക്ഷ പ്രാപിച്ച വിശുദ്ധന്മാർ വിശ്വാസത്തെ കർത്താവ് പരിശോധിക്കുമ്പോൾ ധൈര്യത്തോടെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് ഈ വിശ്വാസത്തെ പരിശോധിക്കുവാൻ കഷ്ടങ്ങളിലൂടെ പരിശോധിച്ചു. ഞാൻ പൊന്നുപോലെ പുറത്തു വരുവാൻ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. എന്റെ വ്യക്തിത്വം, എന്റെ ദേഹി, ആദാമിൽ നിന്ന് കിട്ടിയ പഴയ മനുഷ്യന്റെ വ്യക്തിത്വം ഇവിടെ തകർത്തു കളവാൻ എന്റെ പഴയ മനുഷ്യന്റെ വ്യക്തിത്വത്തെ ഞാൻ നിന്റെ മുമ്പിൽ ഏൽപ്പിക്കുന്നു. എനിക്ക് വിലയേറിയതോ എന്റെ ദേഹിയാണ്. അതിനെ ഇവിടെ
ഞാൻ ത്യജിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ പകൽക്കാലം വിലയുള്ള ദേഹിയെ യേശുവിന് മുന്നിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കഷ്ടതയുടെ തീച്ചുളയിൽ ശോധന ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം. അതിനായി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.